ദൈവത്തെ നാം കണ്ടുമുട്ടുമ്പോൾ, അറിയുമ്പോൾ ദുഃഖം മാറി സന്തോഷമുള്ളവരായിത്തീരും. എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും ഒരു നിമിഷം തളരാം, പിന്നെ നാം ധൈര്യം വീണ്ടെടുക്കും. നാം ദൈവത്തോടൊപ്പമാണ് ആ ദുഃഖം നേരിടുന്നത് എന്നുള്ള ബോധം താനേ നമ്മൾ അറിയും. നമ്മൾ എന്തു നേരിടാൻ ശക്തി സംഭരിക്കുന്നു. പാപം ചെയ്ത് ജീവിച്ച സ്ത്രീ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ വെള്ളം നിറയ്ക്കാൻ കൊണ്ടുവന്ന കുടം ഉപേക്ഷിച്ച് അവൾ ചെയ്ത കാര്യങ്ങൾ ഒരാൾ എന്നോട് പറഞ്ഞു. അവൾ ഓടി മറ്റുള്ളവരെ അറിയിക്കാൻ. അവൾ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞവൻ വലിയവനാണ്, അതുകൊണ്ടാണ് ഓടിയത് മറ്റുള്ളവരെ അറിയിക്കാൻ. ക്രിസ്ത്യാനികളെ തെരഞ്ഞുപിടിച്ച് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന സാവോൾ കുതിരപ്പുറത്തു നിന്ന് തട്ടിയിട്ടു. അപ്പോൾ അവൻ ആരാഞ്ഞു, പ്രഭോ, അങ്ങ് ആരാണ്? അത് യേശുവാണെന്നറിഞ്ഞപ്പോൾ സാവോൾ യേശുവിനു വേണ്ടി ധാരാളം പീഡകൾ സഹിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തി. അവൻ യേശുവിനു വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ചു. സക്കേവൂസ് ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ അവൻ്റെ കുറവുകൾ മനസ്സിലാക്കി വഞ്ചിച്ചെടുത്തത് ഇരട്ടിയായി തിരികെ കൊടുത്തു. ശിമയോൻ മീൻപിടുത്തക്കാരനായിരുന്നു. അവൻ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ വഞ്ചിയും വലയും ഉപേക്ഷിച്ച് യേശുവിൻ്റെ കൂടെ ദൈവത്തെ തേടി. നാം പുതിയ മനുഷ്യനാകുന്നു ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ. ഭൗതിക മനുഷ്യനെ ഉരിഞ്ഞുമാറ്റി ആത്മീയ മനുഷ്യനായി മാറുന്നു. നമുക്കും ദൈവത്തെ അറിഞ്ഞും സ്നേഹിച്ചും പുതിയ സൃഷ്ടിയായി അവിടത്തോട് ചേർന്നിരിക്കാം. അവിടത്തെ അറിയുമ്പോൾ, നമ്മുടെ തെറ്റുകൾ തിരുത്തുമ്പോൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കാൻ കരം നീട്ടുന്നു, അത്ഭുതങ്ങൾ നടത്തുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.